തൊമ്മൻകുത്തിൽ വനം വകുപ്പ് കുരിശ് പൊളിച്ച് നീക്കിയ ഭൂമിയിലേക്ക് കുരിശിന്റെ വഴി സംഘടിപ്പിച്ച വിശ്വാസികൾ വനം വകുപ്പിന്റെ നിർദ്ദേശം ലംഘിച്ച് വൈദികരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾ തർക്കഭൂമിയിൽ പ്രവേശിച്ചു. അതിക്രമിച്ച് കയറിയവർക്ക് എതിരെ കേസെടുക്കുമെന്ന് വനം വകുപ്പ് വ്യക്തമാക്കി. തൊമ്മൻകുത്തിൽ കഴിഞ്ഞ ദിവസം കുരിശ് പൊളിച്ചു മാറ്റിയ തർക്കഭൂമിയിലേക്ക് ഇന്ന് വിശ്വാസികളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയിൽ നടന്നു. ഈ ഭൂമിയിലേക്ക് കയറുന്ന ഘട്ടത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വൈദികരടക്കമുള്ളവരെ തടയുകയും ഈ ഭൂമി റിസർവ് ഫോറസ്റ്റ് ആണെന്നും ഈ ഭൂമിയിലേക്ക് കയറുന്നതിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അത് അവഗണിച്ചും വിശ്വാസികൾ ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയും ഇവിടെ വെച്ച് പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായാലും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇപ്പോൾ വനം വകുപ്പ് പറയുന്നത് ഇവർക്കെതിരെ കേസ് അടുത്ത നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. എന്നാൽ വിശ്വാസികൾ പറയുന്നത് വിശ്വാസികൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണിത്. അവർ കൈവശ ഭൂമി വിലയ്ക്ക് വാങ്ങിയതാണ് പള്ളിക്ക് വേണ്ടിയിട്ട്. സെന്റ് തോമസ് പള്ളിക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമി ഇവിടെ വിലയ്ക്ക് വാങ്ങിയത്. അതിനുശേഷം രാത്രിയുടെ മറവിൽ ഒളിച്ചു വന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ഭൂമിയിൽ നിന്ന് കുരിശ് നീക്കം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് വിശ്വാസികളുടെ ആരോപണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങൾ കൂടുതൽ നടപടികളുണ്ടാകും. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. വനംവകുപ്പിന്റെ ആവശ്യപ്രകാരം, അതായത് ഇവിടെ കുരിശ് സ്ഥാപിക്കുന്നത് തടയണം എന്നായിരുന്നു വനംവകുപ്പിന്റെ ഒരു ആവശ്യം. അതനുസരിച്ച് പോലീസിലേക്ക് കൃത്യമായ ഒരു നിർദ്ദേശം DFO കോതമംഗലം നൽകിയിരുന്നു. അതനുസരിച്ച് പോലീസിന്റെ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വിശ്വാസികൾ ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുകയും ഇവിടെ വെച്ച് ആരാധന നടത്തുകയും അല്ലെങ്കിൽ പ്രാർത്ഥന നടത്തുകയും ചെയ്തിരുന്നു. വനംവകുപ്പിന്റെ നിലപാട് ഇത് റിസർവ് ഫോറസ്റ്റ് ആണെന്നും ഇത് ജോയിന്റ് വെരിഫിക്കേഷന്റെ സമയത്ത് ഈ ഭൂമിയിൽ കൈവശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതുമാണ് വനംവകുപ്പിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലേക്ക് അതിക്രമിച്ചു കയറിയതിന്റെ പേരിൽ വൈദികരടക്കമുള്ളവർക്കെതിരെ കേസെടുക്കും എന്നുള്ളതാണ് വനംവകുപ്പിന്റെ നിലപാട്. എന്തായാലും വലിയ സംഘർഷമില്ലാതെയാണ് ഈ പ്രശ്നം ഇവിടെ അവസാനിച്ചത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. തൊമ്മൻകുത്തിൽ നിന്ന് ജെയിനസ് രാജു, മാതൃഭൂമി ന്യൂസ്.